ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂടുകാലത്ത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായാണ്. ചൂടുകാലമാകുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പ്രശ്നമാണ് ചൂടുകുരുവിൻ്റേത്. ചൂടുകുരു വന്നാലുള്ള ആ ഒരു ചൊറിച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ചൂടുകാലമാകുമ്പോൾ നമ്മുടെ ബ്രേസിയറിൻ്റെ ആ ഒരു സ്റ്റാഫിൻ്റെ ഭാഗത്തൊക്കെ വല്ലാണ്ട് റെഡിഷ് റാഷസ് ഒക്കെ വരാറുണ്ട്. അതിനൊക്കെ പരിഹാരമായിട്ടുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തതാണ്. ഞാൻ ഈ ഒരു തേങ്ങയുടെ പകുതി ഭാഗത്തോളം ചിരകിയെടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ വളരെ ഈസി ആയിട്ട് ചിരകിയെടുക്കുന്ന ഒരു 3 എളുപ്പ വഴികൾ ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ആ ചിരകിയെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ പാലെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ചൂടുകുരു അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചൂടുകാലത്തുണ്ടാകുന്ന ചൊറിച്ചിലും നമ്മുടെ ബ്രേസിയറിൻ്റെയൊക്കെ ആ ഒരു സ്ട്രാപ്പ് മൂലം ഉണ്ടാകുന്ന റെഡിഷ് റാഷസ്, അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ടുള്ള ഒരു സ്കിൻ ടാങ്ക് ഒക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഉള്ള വളരെ നല്ലൊരു ഹോം റെമഡിയാണിത്. ഞാൻ ആ ഒരു തേങ്ങയിലേക്ക് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ആ തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. ഒരു നല്ലൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത തേങ്ങ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പിഴിഞ്ഞെടുത്ത പാല് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മുടെ ചൂടുകുരുവുള്ള ആ ഒരു ഭാഗത്തോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ സ്കിന്നൊക്കെ വല്ലാണ്ട് ഡള്ളായിട്ട് സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട് നല്ല സ്കിൻ ടാനൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബ്രേസിയറിൻ്റെയൊക്കെ ആ ഒരു റെഡിഷ് റാഷസ് ഒക്കെ പറ്റുന്ന ഭാഗത്ത്, അങ്ങനെ ചൂടുകാലത്തുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നല്ല വിസിബിളായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ. ഞാൻ എൻ്റെ മകൾക്ക് ചൂടുകുരു വന്നപ്പോൾ ഞാനിത് ഉപയോഗിച്ചതാണ്. മകൾക്കായതുകൊണ്ടാണ് ഞാനൊരു ലൈവ് വീഡിയോ ഇതിലേക്ക് ഇടാത്തത്. അപ്പം നമുക്കിത് ഈ ഒരു പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മളങ്ങനെ തണുപ്പിച്ചെടുക്കുമ്പോൾ ഒരു ജസ്റ്റ് കട്ടയായിട്ടുള്ളൊരു ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ തണുപ്പിച്ചെടുത്തതാണ്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ആ ഒരു സ്കിന്നിൽ ചൂടുകുരുവൊക്കെ പറ്റിയ ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്കൊക്കെ ഈ ഒരു ചൂട് കാലത്തുണ്ടാകുന്ന ചൂടുകുരുവും മറ്റുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ ഇതുപോലെ നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിച്ച് നോക്കൂ. ഇങ്ങനെ നമുക്ക് ഒരു പിഴിഞ്ഞെടുക്കുന്ന പാല് ഏകദേശം ഒരാഴ്ച വരെയൊക്കെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണിൽ കുറച്ച് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് മുഖത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടാനും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂര്യപ്രകാശം മൂലം ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.